കരിങ്കുട്ടിച്ചാത്തനും 400 കുട്ടിച്ചാത്തന്മാർക്കും നായകനായ കലിയുഗ വരദനായ ശ്രീ വിഷ്ണുമായ സ്വാമിയെ കാത്തോളണേ. എന്റെ കുടുംബത്തിന് നേരെ വരുന്ന കണ്ണേറും കരിനാക്കും ശത്രുക്കൾ ചെയ്ത കൂടോത്രങ്ങളും നിന്റെ തൃപ്പാദമലിൽ സമർപ്പിക്കുന്നു. ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ആഴിപോലെ കത്തിയെരിയുന്ന നിന്റെ ശക്തി ഞങ്ങൾക്ക് തുണയാകണേ സ്വാമി. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയെ ശരണം. നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശത്രുക്കൾ ഇരുളിൽ പതിയിരിക്കുന്നുണ്ടോ? ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുക, കുടുംബത്തിൽ സമാധാനമില്ലാതാകുക, ബിസിനസ് തകരുക, ഇതെല്ലാം ആരെങ്കിലും ചെയ്ത കൂടോത്രത്തിന്റെ ഫലമാകാം. ഭയപ്പെടേണ്ട, ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നേരിടണം. വിഷ്ണുമായ സ്വാമിയുടെ മുൻപിൽ ശത്രുസംഹാര ഗുരുതി നടത്തുമ്പോൾ ശത്രുക്കളേൽപ്പിച്ച തടസ്സങ്ങൾ മാറാൻ ശാക്തേയ വിധിപ്രകാരമുള്ള ഗുരുതിയാണ് ഉത്തമം. അർദ്ധരാത്രിയിലോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ആണ് ഇതുത്തമം. വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് വിഷ്ണുമായ സ്വാമിയെ ധ്യാനിക്കുക. ഒരു ഓട്ടുപാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർക്കുക. ഇത് കലക്കുമ്പോൾ വെള്ളം രക്തവർണമാകും. ഇത് ശത്രുവിന്റെ ദോഷങ്ങളെ ആവാഹിച്ചു മാറ്റുന്ന പ്രതീകമാണ്. ഒരു കുമ്പളങ്ങയോ മത്തങ്ങയോ എടുത്ത് അതിൽ ശത്രുദോഷത്തെ സങ്കൽപ്പിക്കുക. കർപ്പൂരം കത്തിച്ചുരിഞ്ഞ ശേഷം ഒറ്റവെട്ടിന് അത് രണ്ടായി മുറിക്കുക. ഇത് ശത്രുവിന്റെ ശക്തിയെ തകർക്കുന്നതായി സങ്കൽപ്പിക്കുന്നു. തയ്യാറാക്കിയ ഗുരുതി വീടിന്റെ അല്ലെങ്കിൽ പുരയിടത്തിന്റെ അതിർത്തിയിലോ പുറത്തോ ഒഴുക്കിക്കളയുക. തിരിഞ്ഞു നോക്കാതെ മടങ്ങുക. ആ ചുവന്ന ഗുരുതി ജലം പോലെ ശത്രുക്കളുടെ ശക്തി ചോർന്നുപോകും. മത്തങ്ങ വെട്ടിമുറിക്കുമ്പോൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയ ശാപങ്ങൾ അറുത്തുമാറ്റപ്പെടും. അഗ്നിയിൽ കർപ്പൂരം എരിയുന്നതുപോലെ നിങ്ങളുടെ ശത്രുക്കളുടെ അഹങ്കാരം സ്വാമിയുടെ ശക്തിയിൽ എരിഞ്ഞടങ്ങും. വിശ്വാസത്തോടെ ഈ കർമ്മങ്ങൾ ചെയ്യുക. ഭവിഷ്ണുമായ എന്ന മഹാശക്തി കൂടെയുള്ളപ്പോൾ ഒരു മന്ത്രവാദത്തിനും ഒരു ശത്രുവിനും നിങ്ങളെ തൊടാനാകില്ല. സ്വാമി കൂടെയുണ്ട്, ധൈര്യമായിരിക്കും. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.